ഹലോ എവ്രിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് BEGC 111 വിമൻസ് റൈറ്റിങ്ങിലുള്ള രണ്ടാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് കേട്ടോ. നമ്മൾ രണ്ടാമത്തെ ബ്ലോക്ക് വിമൻസ് റൈറ്റിങ്ങിലാണല്ലോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ രണ്ടാമത്തെ ബ്ലോക്ക് പോയട്രീസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ഒന്നാമത്തെ ബ്ലോക്കിൽ എമിലി ഡിക്കിൻസിൻ്റെ രണ്ട് പോംസിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. സോ ഈ ഒരു യൂണിറ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം എമിലി ഡിക്കിൻസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുമായിരിക്കും. സെക്കൻഡ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എമിലി ഡിക്കിൻസൻ്റെ 3 കവിതകൾ നമുക്കതിൽ പഠിക്കാനുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു, എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഒന്നുകൂടെ കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഒരു തീംസ് മീനിങ് ഒക്കെ ഉള്ള ഒരു പോയംസ് ആയിട്ട് എനിക്ക് എമിലി ഡിക്കൻസിൻ്റെ പോയംസ് തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ ചിലരുടെയൊക്കെ പോയംസ് പറയുമ്പം ചിലപ്പം പ്രത്യേകിച്ച് കാര്യമായിട്ട് അതിലൊന്നും ഇന്നർ മീനിങ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവരുടെ പോയംസ് കൂടുതലായിട്ടും നമ്മൾ നിസാരം എന്ന് പറയുന്ന അല്ലെങ്കിൽ നിസാരം എന്ന് കരുതുന്ന പല സംഭവങ്ങളും ഭയങ്കര സംഭവമാക്കിയിട്ട് നമ്മൾ അത് എത്രത്തോളം വലുതാണെന്നുള്ള രീതിയിൽ അവരവരുടെ പോയംസിൽ അവതരിപ്പിക്കുന്ന രീതിയിൽ ആ ഒരു ശൈലി എനിക്കിഷ്ടമാണ്. സോ അവരെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ 1830 മുതൽ 1886 വരെയാണ് അവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഒരു അമേരിക്കൻ പോയറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലോൺലിനെസ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് എമിലി ഡിക്കൻസൺ എന്ന് പറയുന്നത്. അവരുടെ ജീവിച്ചിരുന്നപ്പോഴല്ല കൂടുതലായിട്ടും അവരുടെ പോയംസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അവരുടെ മരണത്തിന് ശേഷമാണ് അവരുടെ മോസ്റ്റ് ഓഫ് ഏകദേശം ഒരു 1700 മുകളിൽ പോയംസ് അവരുടെ മരണത്തിന് ശേഷം അവരുടെ സിസ്റ്ററായിട്ടുള്ള ലെവീനിയ ഡിക്കൻസൺ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയുന്നത്. അപ്പം അധികരണത്തിനും ടൈറ്റിൽസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ കൂടുതലായിട്ട് തീംസ് വരിക ഡെത്ത്, അതുപോലെ തന്നെ നേച്ചർ, ഇമ്മോർട്ടാലിറ്റി, ഫെയ്ത്ത്, ഹോപ്പ്, ഡെസ്പയർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് അവരുടെ ആ ഒരു പോയംസിലൊക്കെ തീംസ് ആയിട്ട് വരിക. പിന്നെ അവരെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫോർമലായിട്ടുള്ള ചർച്ച് പ്രാക്ടീസിനൊക്കെ റിജക്റ്റ് ചെയ്തിട്ടുള്ള, അഥവാ കൂടുതലായിട്ട് നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ളൊരു അടുപ്പം ആണ് നമ്മുടെ ദൈവത്തിനോട് വേണ്ടത്. അല്ലാതെ ഒരു ചർച്ച് അല്ലെങ്കിൽ ഒരു പ്രേസ്റ്റ് മുഖാന്തരമുള്ള ഒരു കണക്ഷൻ ഒന്നല്ല നമുക്ക് വേണ്ടത്. നമുക്ക് പേഴ്സണലായിട്ട് ദൈവത്തിനോട് ഒരു കണക്ഷൻ വേണം എന്ന തരത്തിലുള്ളൊരു വിശ്വാസത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് കേട്ടോ നമ്മുടെ എമിലി ഡിക്കൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ കൂടുതലായിട്ടും അവർ പോയംസ് എഴുതിയിട്ടുണ്ടായിരുന്നത് 1855 മുതൽ 1865 വരെ ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. അതുപോലെ തന്നെ വിമൻസ് റൈറ്റിനെ കുറിച്ചിട്ട് സ്ലേവറി, ഫ്രീഡം, ഐഡന്റിറ്റി, ദെൻ സോഷ്യൽ ചേഞ്ച് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവരുടെ പോയത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ അതിന് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ പറയുന്ന വേറൊരു കാര്യമാണ് ട്രാൻസെൻഡലിസം എന്ന് പറയുമ്പോൾ. എന്താണ് ഈ ട്രാൻസെൻഡലിസം എന്നുള്ളത് പറയുകയാണെങ്കിൽ ഒരു 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 ഐഡിയലിസ്റ്റ് മൂവ്മെൻ്റ് ആണ്. 19ാം നൂറ്റാണ്ടിൽ 19ാം സെഞ്ചുറിയിൽ അമേരിക്കയിൽ നടന്നിട്ടുള്ള ഒരു ഐഡിയലിസ്റ്റ് മൂവ്മെൻ്റ് ആണ്. നമുക്കൊരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രതിഷേധമായിട്ട് കൂട്ടും. പക്ഷേ ഇതൊരു പ്രതിഷേധം അല്ല, ഇതൊരു ലിറ്ററേച്ചറിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ച് അല്ലെങ്കിൽ അതിലൂടെ ഒരു മാറ്റത്തിനെയാണ് കേട്ടോ അത് പറയുന്നത്. നമ്മുടെ റാൾഫ് വാൾഡോ എമേഴ്സണും അതുപോലെ തന്നെ വാൾട്ടർ വിറ്റ്മാനും ഒക്കെ ആയിരുന്നു ഈ ഒരു ട്രാൻസെൻഡലിസം മൂവ്മെന്റിന്റെ പ്രധാന നേതാക്കളായിട്ട് അറിയപ്പെട്ടിരുന്നത്. ഇപ്പം ഇവിടെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിസത്തിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ സെൽഫ് റിലയൻസ്. നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ദൈവത്തിനോട് നേരിട്ടുള്ള ഒരു ഫെയ്ത്താണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഒരു പ്രീസ്റ്റോ ചർച്ചോ ഒന്നും അതിൻ്റെ ഇടയിൽ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ദൈവത്തിനോട് നേരിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പറയാം എന്നുള്ളൊരു ഐഡിയ മുന്നോട്ട് വെക്കുന്നതാണ് ഈ ഒരു ട്രാൻസെൻഡലിസം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മനുഷ്യന്മാരും അതുപോലെ നേച്ചറും ഗോഡും തമ്മിലുള്ളൊരു ഒരു ഹാർമണിയാണ് അവർ അതിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം അതാണ് അതിൽ പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ എമിലി ഡിക്കൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പ്യൂർ ആയിട്ടുള്ള ഒരു ട്രാൻസെൻഡലിസ്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവർ ആ ഒരു ട്രാൻസെൻഡലിസത്തിൽ എന്താണ് സ്ട്രോങ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ പറ്റും. അവരെന്താണ് ഈ ഒരു ഓർഗനൈസർ ആയിട്ടുള്ള റിലീജിയൻ ആയിട്ടുള്ള അതിനൊക്കെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലീജിയൻ്റെ തന്നെ റിജിഡ് ആയിട്ടുള്ള റൂൾസിനൊക്കെ അവർ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതുകൊണ്ട് തന്നെ നമുക്കൊരു ട്രാൻസെൻഡലിസത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു പിൻഗാമിക്കായിട്ട് നമുക്കവരെ കണക്കാക്കാം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ദെൻ പിന്നീട് ഡിക്കൻസൺ ആസ് എ വുമൺ പോയറ്റ് എന്ന് പറയുന്നുണ്ട്. അതിലെന്താണ് ഈ ഒരു എമിലി ഡിക്കൻസ് എന്ന് പറയുമ്പോൾ അവരൊരു വുമൺ ആണല്ലോ. സോ അവർക്ക് അവരുടേതായിട്ടുള്ള ഡൊമസ്റ്റിക് ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതിനെ കൂടെ തന്നെ അവർ പോയട്രിയും ബാലൻസ് ചെയ്തിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ അവരുടെ റിലീജിയനെ കുറിച്ചിട്ട്, ഗോഡിനെ കുറിച്ചിട്ട്, സോഷ്യൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പല പ്രശ്നങ്ങളെ കുറിച്ചിട്ടും അവരുടെ പോയത്തിലൂടെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മുടെ നാച്ചറിനൊക്കെ ലവ് ചെയ്യുന്ന, അതുപോലെ തന്നെ ബോട്ടണിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ അവർ. പക്ഷേ അവരുടെ ലൈഫിൽ എന്താണ് അവർ അൺമാരീഡ് ആയിട്ട് തന്നെ നിന്നിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. മാരി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ഹോപ്പിനെ കുറിച്ചിട്ട്, ഡെത്തിനെ കുറിച്ചിട്ട്, നേച്ചർ, വിക്ടറി, ദെൻ വിമൻ ലൈഫ്സിനെ കുറിച്ചിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അവരുടെ പോയത്തിലധികം നമുക്ക് കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ടും അവരുടെ എമിലി ഡിക്കൻസിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാൻ ഇതൊക്കെ ധാരാളം. സോ അവരുടെ ഫസ്റ്റ് പോയം ആയിട്ടുള്ള ഐ മെഷർ എവറി ഗ്രീഫ് ഐ മീറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് പോയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഐ മെഷർ എവറി ഗ്രീഫ് ഐ മീറ്റ് എന്നുള്ളതാണ് കേട്ടോ ഒരു പോയത്തിൻ്റെ പേര്. അപ്പം ഇതിൻ്റെ ഒരു സമ്മറി, ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സമ്മറി എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇതൊരു ഭയങ്കര ഒരു തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു പോയാണ് കേട്ടോ. അപ്പം ഇതിൽ അവർ പറയുന്നത് ഗ്രീഫിനെ കുറിച്ചിട്ട്. എന്താണ് ഗ്രീഫ് എന്ന് പറയുന്നത്? അതെ, സോറോ അല്ലെങ്കിൽ സങ്കടം, ദുഃഖം എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ പല വശങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ അവർ പറയുന്നത് കേട്ടോ. അപ്പം ഓരോ വ്യക്തികൾക്കും എന്താണ് പലതരത്തിലുള്ള സങ്കടങ്ങൾ ഉണ്ടാവും. അപ്പം നമുക്കറിയാം ഓരോരുത്തർക്കും ഓരോ പല കാര്യത്തിലായിരിക്കും അവർക്ക് വിഷമം ഉണ്ടാവും. അപ്പം മറ്റുള്ളവരുടെ സോറോ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അവർ
ഇപ്പോൾ മറ്റൊരാളുടെ വിഷമത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതൊരിക്കലും നമ്മൾ അത് എത്രത്തോളം അവരത് ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത്രത്തോളം അവരത് അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ പോയിട്ട് പറയുന്നത്. ശരിയാണ്. അപ്പം അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത്രയും ആ ഒരു വിഷമം അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഇതിലവർ പറയുന്നത് വെച്ചാൽ ഫസ്റ്റ് തന്നെ പറയുന്നത് അവർ ഒരു ഗ്രീഫ് എന്ന് പറയുന്നത് ശരിക്കും ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ എക്സ്പീരിയൻസ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. എല്ലാ മനുഷ്യന്മാരും അതിലൂടെ കടന്നു പോകണം, അല്ലെങ്കിൽ എല്ലാ മനുഷ്യന്മാർക്കും എന്തുണ്ടാവും, അവരുടേതായിട്ടുള്ള സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഹ്യൂമൻ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഗ്രീഫ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരെന്താണ് ഒരു ഒരു സങ്കടമുള്ള ഒരാളെ കാണുമ്പം അവർ നമ്മുടെ പോയിട്ട് കമ്പയർ ചെയ്യും. ഇത് തൻ്റെ സങ്കടത്തിൻ്റെ മേലെ ഉണ്ടോ അവരുടെ സങ്കടം, അതോ തൻ്റെ സങ്കടത്തിൻ്റെ അത്രേ തന്നെ ഇല്ലേ, അത് തൻ്റെ സങ്കടത്തിൻ്റെ പോലെ തന്നെ ആ ഒരു അളവ് തന്നെയാണ് അതിനുള്ളതെന്ന് അവർ മെഷർ ചെയ്യും. അതിനാണ് അവിടെ മെഷർ എന്ന് പറയുന്നത്, അഥവാ കമ്പയർ ചെയ്യാന്ന് പറയും. മെഷർ ചെയ്യാന്ന് പറയുമ്പോൾ കമ്പയർ ചെയ്യും. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താരതമ്യം ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്യും. ഓരോരുത്തർക്ക് എത്രത്തോളം സങ്കടം ഉണ്ട് ആ കാര്യത്തിൽ, ഈ കാര്യത്തിൽ എന്നുള്ള രീതിയിൽ പറയും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എന്താണ് ഗ്രീഫിന് എന്താണ് ഒരു 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 ഹിഡൻ പെയിൻ ആയിട്ടാണ് ഇതിൽ പറയുന്നത്. ഒരിക്കലും മറ്റുള്ള വിഷമം നമുക്ക് എന്താണ് അളക്കാൻ പറ്റില്ല. പക്ഷെ ചിലരെന്താണ് ലോങ് ടേം ആയിട്ട് സഫർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ചിലരെന്താണ് വളരെ കുറഞ്ഞ സമയം മാത്രമായിരിക്കും അവർ സഫർ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ചിലവരെന്താണ് ഇങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ ഭയങ്കര കാമായിട്ട് നിൽക്കും. ചിലവരെന്താണ് അവരുടെ ഡീപ്പായിട്ടുള്ള ആ ഒരു വിഷമം അവർ ചിലർ ഫേസിൽ കാണിക്കും. അപ്പം എന്താണ് ഇപ്പം നമ്മുടെ ഒരു ഗ്രീഫ് ഇവിടെ നമ്മുടെ പോയിട്ട് കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ബേർഡൻ ആയിട്ടാണ്. എല്ലാ മനുഷ്യന്മാർക്കും ബേർഡൻ വഹിക്കേണ്ടി വരും, ഇതിനെ താങ്ങേണ്ടി വരും. നമ്മുടെ ലൈഫ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അവർ ഈ ഒരു ബേർഡൻ ചുമന്ന് തന്നെ നടക്കണം എന്നുള്ളതാണ് നമ്മുടെ പോയിട്ട് പറയുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ദുഃഖം എന്ന് പറയുന്നത് സംഭവം ഒരിക്കലും അവസാനിക്കൂല എന്നുള്ളതാണ് നമ്മുടെ പോയിട്ട് പറയുന്നത്. അപ്പം ആളുകൾ എന്താണ് ദുഃഖത്തിൽ ചിലപ്പം ആളുകൾ എന്താണ് ഭയങ്കരമായിട്ട് വിഷമം വരുമ്പം ചിലപ്പം അതിനൊപ്പം അങ്ങോട്ട് സെറ്റ് ആവും, അല്ലെങ്കിൽ എന്താണ് അതിനൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ പഠിക്കും. ചിലവരെന്താണ് ഈ ഒരു പ്രശ്നങ്ങൾ വരുമ്പം ചിലർ ചിരിച്ചുകൊണ്ട് തന്നെ അതിനെ ഫേസ് ചെയ്യും. പക്ഷേ ചിലരെന്താണ് സൂസൈഡ്, ഡെത്ത് സംഭവങ്ങളോട് കൂടുതലായിട്ട് അങ്ങനെയും പോകുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഡെത്തിന് തന്നെ പല മുഖങ്ങൾ പറയുന്നുണ്ട്. അഥവാ ഇപ്പം ഒരു മരണത്തിൽ നമുക്ക് വിഷമമുണ്ടാവും, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വിഷമമുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ആഗ്രഹം ഇല്ലാതെ എന്തെങ്കിലും നമ്മൾ ആഗ്രഹിച്ച് നടക്കാതിരിക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ടാവും. അപ്പോൾ ഈ ഒരു ഗ്രീഫ് എന്ന് പറയുന്നത് തന്നെ എന്താണ് പല തരത്തിലുണ്ട് എന്നുള്ളത് നമ്മുടെ പോയിട്ട് ഇവിടെ പറയുന്നുണ്ട്. ദെൻ സോ അത് അവസാനം പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് മറ്റുള്ളവരുടെ ഡെത്തിനെ നമുക്കൊരിക്കലും അവരുടെ ഒരു ദുഃഖത്തിന് നമുക്കൊരിക്കലും മെഷർ ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ റീഡേഴ്സിനോടും നമ്മുടെ കവി പറയുന്നത് വെച്ചാൽ എല്ലാവരും കമ്പാഷനായിട്ട് ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനാണ് ഒരു പോയം പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം എല്ലാവരും മറ്റുള്ളവരോട് അപ്പുറം പുലർത്തുക. കാരണം അവർക്ക് എത്രത്തോളം വിഷമമുണ്ട് എന്നുള്ളത് നമുക്കൊരിക്കലും അറിയാൻ പറ്റില്ല. അത് അനുഭവിച്ച അവർക്ക് മാത്രമേ അതറിയാൻ പറ്റൂ. അതാണ് ഇതിൽ കാര്യമായിട്ട് പറയുന്ന സമ്മറി. ഇതാണ് ഒരു മെയിൻ സമ്മറി പറയുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റിൽ എന്താണെന്ന് പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു പോയത്തിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സമ്മറിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. പക്ഷേ നമ്മുടെ ടെക്സ്റ്റിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു സമ്മറിക്കല്ല. നമ്മൾ ടെക്സ്റ്റിൽ കൂടുതലായിട്ടും പറയുന്ന എന്താ കാര്യം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു പോയം ബിഗിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഐ എന്നുള്ളൊരു അഥവാ ഫസ്റ്റ് പേഴ്സൺ നരേഷൻ ഐ ഉപയോഗിക്കുമല്ലോ. അതുപോലെ തന്നെ ഐ എന്നുള്ളത് അഥവാ ഞാൻ എന്നുള്ളത് ആ ഒരു പോയറ്റ് തന്നെ പറയുന്ന കാര്യങ്ങളായിട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പം അവർ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് ഗ്രീഫിനെ കുറിച്ചിട്ടാണല്ലോ. അപ്പം അതിലെന്താണ് ആളുകൾ ഓരോരുത്തർ കാണുമ്പോൾ എന്താണ് അത് എത്രത്തോളം അവർക്ക് എത്രത്തോളം ഗ്രീഫ് ഉണ്ടെന്നുള്ളത് അവർ മെഷർ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അത് തന്നെക്കാൾ കൂടുതലാണോ, അത് തന്നെക്കാൾ കുറവാണോ, അത് തന്നെ പോലെ തന്നെ അവർക്കും വിഷമമുണ്ടോ എന്നുള്ളത് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് ഫസ്റ്റായിട്ട്. അതുപോലെ തന്നെ ചിലവരെന്താണ് ഇങ്ങനത്തെ കൂടുതലായിട്ടുള്ളൊരു സഫറിങ് വരുമ്പം ചിലർ കൂടുതലായിട്ട് സഫർ ചെയ്യുമ്പോൾ ചിലരെന്താണ് ഡെത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സൂയിസൈഡിനെ കുറിച്ചിട്ടോ ഒക്കെ ചിന്തിക്കും. പക്ഷേ എന്താണ് ചില ആളുകൾ എന്താണ് അതിനൊക്കെ ചിരിച്ചുകൊണ്ട് അതിനെ നേരിടും. പക്ഷേ ഈ ഒരു ചിരി എന്ന് പറയുന്നത് എന്താണ് ഒരിക്കലും ഒരു ജെനുവിൻ അല്ല എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ ഇന്നർ പെയിൻ എന്താണ് മറക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഔട്ടർ എക്സ്പ്രഷൻ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു സ്മൈലിനെ പോയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ലാമ്പിനെ മെറ്റഫറായിട്ട് പറയുന്നുണ്ട്. ഇത് ചിലപ്പോൾ നമ്മുടെ എക്സാമിന് ചോദിക്കുക ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു ലാമ്പിനെ മെറ്റഫറായിട്ട് നമ്മുടെ പോയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പം ഡിക്കൻസൺ എന്താണ് ഈ ഒരു ഒരു വളരെ കുറഞ്ഞ ലൈറ്റുള്ള ഒരു ലാമ്പ്, കുറഞ്ഞ വെളിച്ചം മാത്രം തരുന്ന ഒരു ലാമ്പിനെ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ലാമ്പിനെ കമ്പയർ ചെയ്യുന്നത് ആരായിട്ടാണ് ചോദിച്ചാൽ നമ്മുടെ ആ ഒരു സ്മൈലായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു എണ്ണ തീരാനായിട്ടുള്ള ഒരു ലാമ്പാണത്. അപ്പം ആ ഒരു എണ്ണയെ അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾക്ക് ഇനി ബാക്കിയുള്ള ഹോപ്പ്, നമ്മൾ കുറഞ്ഞൊരു ഹോപ്പിൽ നമ്മൾ ചിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് ഇവിടെ ഒരു വളരെ കുറഞ്ഞ ലൈറ്റിൽ മാത്രം അല്ലെങ്കിൽ എപ്പം വേണമെങ്കിലും തീരാവുന്ന എണ്ണയിൽ മാത്രം ജ്വലിച്ച് നിൽക്കുന്ന വളരെ ലൈറ്റായിട്ടുള്ളൊരു വെളിച്ചത്തിനെ നമ്മുടെ പോയിട്ട് ഇവിടെ കമ്പയർ ചെയ്യുന്നത് എന്നുള്ള പറയും. ഇപ്പം ഈ ഒരു ലാമ്പ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ലൈഫിനെയാണ് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത്. അതുപോലെ ഓയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ് നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ ഇനി ബാക്കിയുള്ള കുറഞ്ഞ പ്രതീക്ഷകളും കാര്യങ്ങളും മാത്രമാണ്. അപ്പം നമ്മുടെ ഒരു സ്മൈൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു ആർട്ടിഫിഷ്യലാണ്, അല്ലെങ്കിൽ ടെമ്പററി ആണ്. ആ ഒരു എണ്ണ എപ്പം കഴിഞ്ഞു പോകുന്നു, നമ്മുടെ ഒരു ഹോപ്പ് എപ്പം കെട്ടുപോകുന്നു അപ്പം ആ ഒരു സ്മൈൽ നിൽക്കും എന്നുള്ളതാണ്. അപ്പം അതാണ് ഇവിടെ ഒരു കമ്പാരിസൺ ആയിട്ട് ഇതിൽ പറയുന്നതെന്ന് പറയുന്നുണ്ട്. ദെൻ പിന്നീട് ഇതിൽ പറയുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രീഫ്. നമ്മുടെ ഗ്രീഫിന് തന്നെ പല തരത്തിലുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം നമ്മുടെ അടുത്ത ആളുകൾ ആരെങ്കിലും മരണപ്പെട്ട്
കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലുള്ള സങ്കടം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ പൂവണിയാതിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു വിഷമം ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു പോവർട്ടി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡെസ്പയർ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് അത് ആലോചിക്കുമ്പോൾ നമുക്ക് വിഷമം വരും. അപ്പം ഈ ഒരു വിഷമങ്ങൾ എന്ന് പറയുന്നത് തന്നെ പല ഫോമിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഈ ഒരു അവസാനം പറഞ്ഞു വെക്കുന്നത് വെച്ചാൽ നമ്മുടെ ഒരു ഗ്രീഫ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു ഫാഷനായിട്ട് അല്ലെങ്കിൽ ഒരു ഹാബിറ്റേറ്റ് ആയിട്ട് മാറും എന്നുള്ളതാണ്. കാരണം അത് നമ്മളുള്ളിടത്തോളം കാലം ഈ ഒരു ഗ്രീഫും ഉണ്ടാവും. സോ അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ബേർഡൻ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം അത് നമ്മൾ ഈ ഒരു ലൈഫ് എത്രത്തോളം ജീവിച്ചിരിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മൾ ഈ ഒരു ഗ്രീഫിനെയും താങ്ങി തന്നെ ജീവിക്കേണ്ടി വരും. അത് നമ്മുടെ നമ്മൾ പറയില്ല, അത് കുറച്ച് കഴിയുമ്പോൾ ശീലമായിക്കോളും. അതുപോലെ തന്നെ ഈ ഒരു ഗ്രീഫ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും ശീലമായിട്ടുള്ളൊരു സംഭവമായിട്ട് മാറും എന്നുള്ളതാണ്. പക്ഷേ ഒരിക്കലും നമുക്ക് മറ്റുള്ളവരുടെ ഗ്രീഫ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ എത്രത്തോളം സങ്കടം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരിക്കലും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളത് ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ മാത്രമാണ്, അവരെ ഫേസ് ചെയ്യുമ്പോൾ മാത്രം, അല്ലെങ്കിൽ അവരെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമാണ് അവരെത്രത്തോളം ഇത് ഫേസ് ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് വീണ്ടും നമ്മുടെ പോയറ്റ് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ദെൻ ഇതിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്, ഈ ഒരു പോയത്തിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് 10 ബലാഡ് സ്റ്റാൻസ ആയിട്ടാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പോയം എന്ന് പറയുന്നത് 10 ബലാഡ് സ്റ്റാൻസ്. ബലാഡ് എന്ന് പറയുമ്പോൾ ഒരു നെറേറ്റീവ് ആയിട്ടുള്ള ഒരു പോയത്തിനെയാണ് ബലാഡ് എന്ന് പറയുക. അതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള സംഭവമാണ് കേട്ടോ. അതുപോലെ തന്നെ കൂടുതലായിട്ടും ഹൈഫൺസ്, ഇങ്ങനെ ഫ്രീക്വൻ്റ്ലായിട്ട് ഹൈഫൺസ് നമ്മുടെ പോയറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ചില വേർഡിനൊക്കെ ആ വേർഡിന് ക്യാപിറ്റലൈസേഷൻ കൊടുക്കുന്നുണ്ട്. ഡെത്ത്, അല്ലെങ്കിൽ എന്താണ് പെയിന്, ലവ്, ഗ്രീഫ് തുടങ്ങിയിട്ടുള്ള ഈ ആദ്യ വേർഡുകൾക്കൊക്കെ കൂടുതലായിട്ടും ആ ഒരു പോയത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതിന് ക്യാപിറ്റൽ ലെറ്ററാണ് ഉപയോഗിക്കുക. അപ്പം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അതിലൂടെ മനസ്സിലാക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് ഈ ഒരു പോയത്തിനെ കുറിച്ചിട്ടും ഈ ഒരു പോയത്തിലെ സമ്മറിയെ കുറിച്ചിട്ടും നമ്മുടെ പോയറ്റ് നമ്മളോട് പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്നുള്ള രീതിയിലൊക്കെ ഇതിന് പറയാനുള്ളത്. ഇനി അവിടെ തന്നെ രണ്ടാമത്തെ പോയമായിട്ടുള്ള ഐ ഹേർഡ് എ ഫ്ലൈ ബസ് വെൻ ഐ ഡൈഡ് എന്നുള്ള പറയുന്ന ഒരു പോയത്തിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഐ ഹേർഡ് എ ഫ്ലൈ ബസ് വെൻ ഐ ഡൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഐ ഹേർഡ്, ഞാൻ കേട്ടു, എ ഫ്ലൈ ബസ്, ഒരു പ്രാണിയുടെ ഒരു മൂളൽ ഞാൻ കേട്ടു, വെൻ ഐ ഡൈഡ്, ഞാൻ മരിക്കുമ്പം ഞാനൊരു പ്രാണിയുടെ മൂളൽ കേട്ടു എന്നുള്ളതാണ് ഈ ഒരു പോയത്തിൻ്റെ ഒരു ടൈറ്റിലിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഫുൾ ഇമാജിനറി ആയിട്ടുള്ള ഒരു വിഷയമാണ് നമുക്ക് ഈ ഒരു പോയം വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുക. അപ്പം ഇതിന് ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത് ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇമാജിൻ ചെയ്ത് വെക്കുക. കാരണം ഒരാൾ മരിക്കാൻ കിടക്കുമ്പോഴുള്ള അവസാനത്തെ ഒരു മൊമെൻറ്റിനെയാണ് ഈ ഒരു പോയത്തിലൂടെ നമ്മുടെ കവി പറയുന്നത്. ഇവിടെ കവിയുടെ തന്നെ ഒരു ഇതിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവർ തന്നെ അവരുടെ കാര്യം പറയുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു പോയം തന്നെ ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് നമ്മുടെ ഒരു പോയറ്റിൻ്റെ അവസാനത്തെ കുറച്ച് മൊമെൻറ്റ്സ്, മരിക്കാൻ വേണ്ടി കിടക്കുന്ന പോയറ്റ്സിൻ്റെ അവസാനത്തെ കുറച്ച് മൊമെൻറ്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് കൊണ്ടിട്ടുള്ള ഒരു ഇതിലാണ് നമ്മുടെ ഒരു പോയം തുടങ്ങുന്നത് കേട്ടോ. അപ്പം ആ ഒരു വ്യക്തി മരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ജസ്റ്റ് സങ്കല്പിക്കുക, ഒരു വ്യക്തി മരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഏകദേശം മരണത്തിൻ്റെ അവസാനത്തെ ഒരു ഘട്ടം അവർ എത്തിയിട്ടുണ്ട്. അപ്പം ആ റൂം എന്ന് പറയുന്നത് ഭയങ്കര ഒരു സൈലൻസ് ആയിട്ടുള്ളൊരു റൂമാണ്. പക്ഷേ എന്താണ്, നമുക്ക് ഇങ്ങനെ ഒരുപാട് ദുഃഖിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ ഒരു ബെഡിന് ചുറ്റും ഒരുപാട് ആളുകൾ. ഇപ്പം നമുക്കറിയാം ഒരു വീട്ടിൽ എന്താണ് മരണാസന്നമായിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് എന്താണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ടാണ്. പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഒരു ഭയങ്കര കൂട്ടക്കരച്ചിലുകളൊന്നും നമുക്കവിടെ കാണാൻ പറ്റില്ല. കാരണം എന്താണ്, ആ ഒരു വ്യക്തി മരിച്ചിട്ടില്ല. പക്ഷേ മരണത്തിൻ്റെ എന്തൊക്കെയോ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും ആ ഒരു വ്യക്തി മരിക്കുന്നത് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഭയങ്കര കാമായിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഭയങ്കര കാമാണ്. അവർ എല്ലാവരും ഈ ഒരു നമ്മുടെ ഒരു പോയറ്റ് മരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. പോയറ്റിൻ്റെ അവസാനത്തെ ആ ഒരു ബ്രീത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ള പറയുന്നത്. അപ്പം അവർ പറയുന്നത് വെച്ചാൽ നമ്മുടെ ആ ഒരു ദുഃഖിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അപ്പം അവരുടെ കരച്ചിലൊക്കെ അവസാനിപ്പിക്കുന്നു. അത് അവരുടെ കണ്ണുകളൊക്കെ എന്താണ് ഭയങ്കര ഡ്രൈ ആയിട്ട് കാണപ്പെടുന്നത്. അപ്പം ഒരു വിഷമം വന്ന അവസാനം നമ്മുടെ കണ്ണീനീരൊക്കെ വറ്റിപ്പോകുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പം അതിനാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസിനൊക്കെ എന്താണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പോയറ്റിൻ്റെ അവസാനത്തെ ബ്രീത്തിന് വേണ്ടിയിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയുന്നത്. അപ്പം ഇവിടെ പറയുന്ന വേറൊരു കാര്യം, നമ്മുടെ പോയറ്റ് ഇവിടെ ഒരു ഫ്രേസ് ഉപയോഗിച്ചിട്ടുണ്ട്, ലാസ്റ്റ് ഓൺ സെറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രേസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊരു ഓക്സിമോറൻ ആണെന്നുള്ളതാണ് പറയുന്നത്. അപ്പം ലാസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു എൻഡ് എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. പക്ഷേ ഓൺസെറ്റ് എന്ന് പറയുന്നത് ഒരു ബിഗിന്നിങ് എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അപ്പം ഇവിടെ കവി സൂചിപ്പിക്കുന്നത് എന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കവി സൂചിപ്പിക്കുന്നത് വെച്ചാൽ ഈ ഡെത്ത് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഏർത്തിലായിട്ടുള്ള ലൈഫിൻ്റെ ഒരു എൻഡിങ് ആയിട്ടും അതുപോലെ തന്നെ എറ്റേണൽ ആയിട്ടുള്ള ഒരു ലൈഫിൻ്റെ ബിഗിന്നിങ് ആയിട്ടാണ് ഇവിടെ നമ്മുടെ കവി പറയുന്നത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പം ഈ ഒരു രണ്ട് സംഭവങ്ങളും ലാസ്റ്റ് ഓൺസെറ്റ് എന്ന് പറയുന്നത് രണ്ട് സംഭവങ്ങളും ഒരുമിച്ച് എതിർ അർത്ഥത്തിൽ വരുന്നതിനാണ് എന്ന് പറയുന്നത് ഓക്സിമോർ എന്ന് പറയുമ്പോൾ. ഈ ഒരു കവി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓക്സിമോറിനെ കുറിച്ചിട്ട് ഇവിടെ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിൽ ഇവിടെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു വ്യക്തി എന്താണ് മരണത്തിനോട് മല്ലടിച്ച് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ പോയിട്ട് ഒരു കിങ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഒരു കിങ് എന്ന് പറയുന്നത് ഒരു ഗോഡിന് അല്ലെങ്കിൽ ക്രിസ്ത്യനൊക്കെയാണ് കേട്ടോ അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. തന്നെ അവർ വന്നിട്ട് തന്നെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ഒരു എക്സ്പെക്ടേഷനിൽ നമ്മുടെ പോയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പം ഒരു ക്രിസ്ത്യാനിറ്റി ബിലീഫിനൊക്കെയാണ് കേട്ടോ അവിടെ പറയുന്നത്, ഇവർ സൂചിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ എന്താണ് നമ്മൾ സ്പീക്കർ എന്താണ് ഈ ഒരു ഡെത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. തൻ്റെ സ്വത്തുക്കളും എല്ലാം ഒപ്പിട്ട് എന്താണ് മരണത്തിന് തയ്യാറായിട്ടിരിക്കുന്ന ഒരു സമയത്തിനാണ് അവിടെ പറയുന്നത്. അങ്ങനെ മരണത്തിന് ഇങ്ങനെ കാത്തിരിക്കുന്ന ആ ഒരു സമയത്ത്
സമയത്തിലേക്ക് യാദൃശികമായിട്ട് ആ മുറിയിലേക്ക് ഒരു ഫ്ലൈ വരികയാണ്. ബസ് എന്ന് പറയുന്ന ആ ഒരു മൂളലോട് കൂടിയിട്ടുള്ള ഒരു ഫ്ലൈ പെട്ടെന്ന് ആ റൂമിലേക്ക് എൻ്റർ ആണ് ചെയ്യുന്നത്. അപ്പം ആ മുറിയിൽ എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു ഭീകരമായിട്ടുള്ള ഒരു വ്യക്തി മരിക്കാൻ വേണ്ടിയിട്ട് കിടക്കണം. അപ്പം അത്രയും ഒരു ഭീകരതയുള്ള ആ ഒരു റൂമിലേക്കാണ് ആര് വരുന്നത്, ഈ ഒരു ഫ്ലൈ വരുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു ഭീകരത അവിടെ ഇല്ലാതാവാണ് ചെയ്യുന്നത്. പിന്നീട് മുഴുവൻ ഈ ഒരു പോയം ഫുള്ളായിട്ട് മെയിനായിട്ട് അതിൻ്റെ ഒരു മെയിൻ ബിംബമായിട്ട് ആര് മാറി, ഈ ഒരു ഫ്ലൈ മാറി എന്നുള്ളത്. അപ്പം ഈ ഒരു ഫ്ലൈ എന്ന് പറയുന്നത് സംഭവം സിംബലൈസ് ചെയ്യുന്നത് ഡെത്തിനെ, അതുപോലെ തന്നെ മോർട്ടാലിറ്റിനെ ഒക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ എന്താ വെച്ചാൽ നമ്മുടെ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്നുള്ളൊരു അനിശ്ചിതത്വം ഉണ്ടല്ലോ, ദ അൺസർട്ടനിറ്റി ഓഫ് വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ഡെത്ത് എന്ന് പറയുന്നത്. അപ്പം അതിനെയാണ് ഈ ഒരു ഫ്ലൈ ഒക്കെ സിംബലൈസ് ചെയ്യുന്നത് എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പം അങ്ങനെ എന്താണ്, ആ ഫ്ലൈൻ്റെ മൂളൽ എന്താണ്, ആ സ്പീക്കറിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ ഇല്ലാതാക്കണം. കാരണം ആ ഒരു റൂമിലേക്ക് മരിക്കാനായി കിടക്കുകയാണ്. ആ റൂമിലേക്ക് ആ ഒരു ഫ്ലൈ വന്നിട്ട് എന്താണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ആ ഒരു ശബ്ദം ഉണ്ടാക്കി ഇങ്ങനെ എന്താണ് ചെവിക്ക് ഈ ഒരു ശബ്ദം കേൾക്കുമ്പോൾ എന്താണ് ഭയങ്കര ഒരു ഇല്ലാത്ത, കാരണം തൻ്റെ സ്വർഗ്ഗത്തിലേക്ക് തന്നെ കൊണ്ടുപോകാൻ ഗോഡ് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആര് വരുന്നത്, ഈ ഒരു ഫ്ലൈ വരുന്നത്. അപ്പം എന്താണ് ഭയങ്കരമായിട്ടൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് ആർക്ക് തോന്നുകയാണ്, നമ്മുടെ ഈ ഒരു നറേറ്റർക്ക് അല്ലെങ്കിൽ സ്പീക്കർക്ക് ഇത് തോന്നുകയാണെന്നുള്ളതാണ് പറയുമ്പം. ആ ഒരു ഫ്ലൈ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കളിച്ചെന്താണ് ആ ഒരു ലൈറ്റിനെ തന്നെ തടയുന്നുണ്ട്. അപ്പം ആ ഒരു സ്വർഗ്ഗദർശനത്തിന് വേണ്ടിയിട്ട് എന്താണ് അവരിങ്ങനെ തയ്യാറെടുപ്പ് നിൽക്കുമ്പോഴാണ് ആര് വരുന്നത്, ഈ ഒരു ഫ്ലൈ വരുന്നത്. അപ്പം ഈ ഒരു ഫ്ലൈ വന്നിട്ട് എന്താണ് അവരുടെ ലൈറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മറിഞ്ഞിട്ട് എന്താണ് അവരുടെ ആ ഒരു കാഴ്ച തന്നെ മങ്ങുന്നു എന്ന് പറയുമ്പം അത് സൂചിപ്പിക്കുന്ന അവരുടെ ഒരു മരണമാണ് അവസാനം സൂചിപ്പിക്കുന്നത്. അപ്പം അതോടുകൂടെ തന്നെ അവൾ മരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാഴ്ച മങ്ങുന്നതോടുകൂടെ തന്നെ ഈ ഒരു പോയം ഇവിടെ അവസാനിക്കുന്നുണ്ട്. അഥവാ ഈ ഒരു സ്പിരിച്വൽ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയറ്റിന് വന്നത് ആരാണ്, നോർമലായിട്ട് നമ്മൾ കാണുന്ന ഒരു ഫ്ലൈ ആണ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം ആ ഒരു ഫ്ലൈനെ കണ്ടിട്ടാണ് അവസാനം അവർ മരിക്കുന്നത് എന്നുള്ള പറയും. ഇപ്പം ഇവിടെ നമ്മുടെ ഡിക്കൻസ് പറയുന്നത് വെച്ചാൽ ഈ ഒരു മരണത്തിൻ്റെ ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു അൺസർട്ടനിറ്റി ആയിട്ടുള്ള ആ ഒരു സ്വഭാവത്തിനെയാണ് പറയുമ്പോൾ. നമ്മളിങ്ങനെ നല്ല രീതിയിലുള്ള ഒരു മരണം നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഗോഡൊക്കെ വരും വിചാരിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ സാധാരണയായിട്ട് എപ്പോഴും കാണുന്നൊരു സംഭവം നമ്മുടെ അടുത്തേക്ക് വന്നെന്താണ് അവസാനമായിട്ട് ആ ഒരു ജന്തുവിനെ കണ്ടിട്ട് മരിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പം ആ ഒരു ഇതിനെയാണ് പറയുമ്പം മരണം എന്ന് പറയുന്നത് ശരിക്കും ഒരിക്കലും നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലല്ല വരിക. ശരിക്കും വരും ഒരു അൺസർട്ടനിറ്റി ആയിട്ടാണ് നമ്മുടെ മരണത്തിനെ ഇവിടെ പോയിട്ട് കണക്കാക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അതോടുകൂടെ ഒരു പോയം അവസാനിക്കുകയാണ്. ഇതാണ് നമ്മുടെ ടെക്സ്റ്റിൽ മെയിനായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ ലിറ്റററി ഡിവൈസ് പറയുന്നുണ്ട്. ഇതിൽ ഒരുപാട് ഞാൻ പറഞ്ഞാൽ ഫുൾ ഇമേജറി ആയിട്ടുള്ളൊരു ഇതാണ്. നമുക്ക് വിഷ്വലായിട്ടുള്ള ഇമേജറിയും തരുന്നുണ്ട്, അതുപോലെ തന്നെ ഓഡിറ്ററി ഇമേജറിയും തരുന്നുണ്ട്. ഇപ്പം വിഷ്വലായിട്ടുള്ള ഇമേജറി ആ റൂം, അതുപോലെ തന്നെ ഒരു ബ്ലൂ ലൈറ്റ്, ആ ഒരു അണയാനായിട്ട് നിൽക്കുന്ന ഒരു ബ്ലൂ ലൈറ്റ് എന്നൊക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നത്, നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു എൻഡിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഓഡിറ്ററി ആയിട്ടുള്ള ഇമേജറി തരുന്നത് നമ്മുടെ ഒരു ഫ്ലൈൻ്റെ ബസ് എന്ന് പറയുന്ന സൗണ്ട് ഉണ്ടല്ലോ, അതൊക്കെ ഒരു ഓഡിറ്ററി ഇമേജറി നമുക്ക് തരുന്നുണ്ട്. അതുപോലെ ഒരുപാട് സിംബലിസം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ എന്താണ് ഒരു ഫ്ലൈന് എന്താണ് ഡെത്തായിട്ട് സിംബലൈസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. ആ കിങ് വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറയുന്നത്, കിങ് എന്ന് പറയുന്നത് ഗോഡായിട്ട് പറയുന്നുണ്ട്. ആ ഒരു ബ്ലൂ ലൈറ്റിനെ കുറിച്ചിട്ട് അതിൽ പറയുന്നുണ്ട്. നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ നമ്മുടെ കാഴ്ച മങ്ങുന്നതിനെയാണ് അവിടെ പറയുന്നത്. അപ്പം എന്താണ് എൻഡിങ് ഓഫ് ലൈഫൊക്കെ നമുക്ക് ആയിട്ട് പറയാൻ പറ്റും. അപ്പം അതൊക്കെയാണ്. അതുപോലെ തന്നെ ഓക്സിമോറൻ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് ഓൺസെറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട് ഓക്സിമോറനായിട്ട്. പിന്നെ ഒരുപാട് ഹൈഫൺസ് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ഡെത്ത്, ഡൈയിങ്, അതുപോലെ തന്നെ മോർട്ടാലിറ്റിയെ കുറിച്ചിട്ട്, ദ അൺസർട്ടനിറ്റി ഓഫ് ആഫ്റ്റർ ലൈഫ്, നമ്മുടെ ജീവിതത്തിന് ശേഷം അല്ലെങ്കിൽ മരണത്തിന് ശേഷമുള്ള ഒരു അൺസർട്ടനിറ്റിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ദെൻ റിയാലിറ്റി ഓഫ് ദ ഡെത്ത്, ശരിക്കും ഒരു മരണത്തിനുള്ള ഒരു റിയാലിറ്റി എന്താണെന്നുള്ളതും, ദെൻ ഓർഡിനറി വിസസ് എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിലൊരു തീംസ് ആയിട്ട് വരുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയത്തിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. കഴിയുന്ന രീതിയിലൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് വീണ്ടും പറയുകയാണ്. കാരണം നമുക്കിനി തേർഡ് ഇയറിലുള്ള ഒരുപാട് സബ്ജക്റ്റ് നമുക്കിനിയും ഇടാനുണ്ട്. അപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എല്ലാ സബ്ജക്റ്റും നമുക്ക് കംപ്ലീറ്റ് ആക്കണം. അതിന് നമുക്ക് നല്ല ശക്തമായിട്ടുള്ളൊരു സപ്പോർട്ട് തന്നെ നമുക്ക് വേണം. അപ്പം എല്ലാവരും കഴിയുന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യും. അറിയുന്ന ആളുകൾക്കൊക്കെ ഷെയർ ചെയ്തിട്ടും നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.